പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ കലാകാരൻ MT വാസുദേവൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ള വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും ആത്മശാന്തി നേരാം. നല്ലവനായ ദൈവം അദ്ദേഹത്തിന് നിത്യശാന്തി കൊടുക്കട്ടെ എന്ന്, സ്വർഗത്തിൽ നിത്യതയിൽ അദ്ദേഹം അലിഞ്ഞു ചേരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ കാലത്തെ അനശ്വരനാക്കിയ വ്യക്തിയാണ് MT വാസുദേവൻ നായർ. ഞാൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചരിത്രത്തെ അനശ്വരനാക്കിയവൻ. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിന് ഒരു കുളിർമയായിരുന്നു. അദ്ദേഹം പ്രചോദിപ്പിക്കപ്പെട്ട പ്രചോദകനായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു. ആ അറിവുകളൊക്കെ എഴുത്തിലൂടെ നമുക്ക് വേണ്ടി അദ്ദേഹം നൽകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു പുസ്തകമാണ് കാലം. ആ കാലത്തിലെ സേതു എന്ന കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിയില്ല. ആ സേതു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ കഥാപാത്രവും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് ഞാനാണല്ലോ എന്ന്. അത്രമാത്രം ജീവിതഗന്ധിയായി മനുഷ്യനെ പഠിക്കുകയും മനുഷ്യനെ അനുഭവിക്കുകയും മനുഷ്യൻ്റെ മാനസിക വ്യതകൾ പോലും അറിയുകയും ചെയ്തൊരു വ്യക്തിത്വമാണ് MT വാസുദേവൻ നായർ. അപ്പം അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇത് തീരാ നഷ്ടമാണെന്ന്. ആരെങ്കിലും മരിക്കുമ്പോൾ എല്ലാവരും പറയും തീരാ നഷ്ടമാണെന്ന്. പക്ഷേ ഈ MT വാസുദേവൻ നായരെ കുറിച്ച് 100% നമുക്ക് പറയാൻ സാധിക്കും, ഇത് കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും തന്നെ മഹാനഷ്ടമാണെന്ന്. അത്രമാത്രം കഥകളാണ്, നോവലുകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അദ്ദേഹം രചിച്ച സിനിമകളെല്ലാം ഹിറ്റായി തീർന്നു. അതിലൂടെയെല്ലാം നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടാൻ ഈ MTക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമായി ഞാൻ കാണുകയാണ്. MTയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹം ജനിച്ചത് കൂടല്ലൂരിലാണ്. പക്ഷെ കൂടല്ലൂരിൽ നിന്ന് പറിച്ചു നട്ടതാണ് കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് മാതൃഭൂമിയിലും മറ്റും പ്രവർത്തിച്ച് അദ്ദേഹം കോഴിക്കോട്ടുകാരനായി തീർന്നു. കോഴിക്കോട്ടിൻ്റെ പേര് മറ്റുള്ളവരെ അറിയിക്കുവാൻ കഴിഞ്ഞ ഏറ്റവും നല്ല വ്യക്തിയാണ് ഈ ശ്രീ MT വാസുദേവൻ നായർ. നിലാനദിയെക്കുറിച്ച് അദ്ദേഹം എന്തെല്ലാമാണ് എഴുതിയത്. നമ്മളറിയാത്ത പല കാര്യങ്ങളും ഭാരതപ്പുഴയെക്കുറിച്ച്, നിലാനദിയെക്കുറിച്ച് അദ്ദേഹം എഴുതുകയുണ്ടായി. അവിടുത്തെ ഓരോ പുല്ലും ഓരോ മരവും വെള്ളവും എല്ലാം അദ്ദേഹം സ്പർശിച്ചിട്ടുള്ളതാണ്, അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി എഴുതാൻ കഴിയുമായിരുന്നു. ഞാനിന്ന് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. കോഴിക്കോടുള്ള കൊട്ടാരം റോഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ ജീവിതത്തിന് നാനാ തുറകളിലുള്ള എത്രയോ പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, MP മാർ, സാഹിത്യകാരന്മാർ, മതനേതാക്കൾ, സാധാരണ മനുഷ്യർ, ഇങ്ങനെ എല്ലാവരും കൂടി അവിടെ വന്ന് അദ്ദേഹത്തോടുള്ള സ്നേഹം കാണിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം എത്ര വലിയവനായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത്രമാത്രം ജീവിതഗന്ധിയായിട്ടുള്ള കഥകൾ രചിച്ച ആ കലാകാരൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അദ്ദേഹം വസിക്കും. അദ്ദേഹം പറഞ്ഞു തന്ന കഥകൾ, അദ്ദേഹം പറഞ്ഞ കൊച്ചു കൊച്ചു വാക്കുകൾ, അതെല്ലാം നമ്മളിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം ഒരു കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന്, പരിപാലിക്കുന്നുവെന്ന്
ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുവെന്നുള്ളതിന് ഒരു വലിയ സാക്ഷ്യമാണ് മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. അതിനെപ്പറ്റി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അമ്മ രോഗിയായിരുന്നു. ഈ രോഗങ്ങൾ കാരണം നാട്ടുവൈദ്യന്മാർ തീരുമാനിച്ചു ഈ MT അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാമെന്ന്. കാരണം അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പല പ്രാവശ്യം അമ്മയ്ക്ക് മരുന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ദൈവം ഈ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അനശ്വരനാക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. MT വാസുദേവൻ നായരുടെ ഭൂമിയിലേക്കുള്ള വരവ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്, ഒരിക്കലും ഈ അബോർഷൻ എന്ന പ്രക്രിയ ആരും ചെയ്യരുത് എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ നമുക്കൊരു ശാസ്ത്രജ്ഞനെ, നമുക്കൊരു നല്ല മനുഷ്യനെ, നമുക്ക് ഹൃദയമുള്ളൊരു മനുഷ്യനൊക്കെ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അതൊരു പാഠമായിരിക്കട്ടെ. ഈ നല്ല കലാകാരന് ദൈവം തന്ന വഴി ആലോചിച്ച് നോക്കൂ. കൊല്ലാൻ ശ്രമിച്ചിട്ടും ദൈവം ആ കുഞ്ഞിനെ കൊന്നുകളയാനായിട്ട് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ്. MT എന്ന കലാകാരനെ എൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രാവശ്യം കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വളരെ ശാന്തമായൊരു ഭാവമായിരുന്നു അത്. എല്ലാം ഉൾക്കൊള്ളുവാൻ, എല്ലാം സ്വീകരിക്കുവാൻ, എല്ലാം അംഗീകരിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചുറ്റുപാടുകളെ നോക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അവയെക്കുറിച്ചൊക്കെ വിമർശിക്കാൻ, അവയെക്കുറിച്ച് എടുത്തു പറയാൻ അദ്ദേഹം കാണിച്ച ആ ആർജവം, അത് മനുഷ്യരാശിക്ക് തന്നെ ഗുണമുള്ളതായിരുന്നു. ഒരിക്കൽ പറയുന്നുണ്ട്, കാലിക്കറ്റ് സിറ്റിയിൽ വെള്ളത്തിന് ക്ഷാമമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ മേയറും മന്ത്രിയൊക്കെ ഇരുന്ന സദസ്സിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അധികാരത്തെക്കുറിച്ച്, അധികാര കൊതിയന്മാരെക്കുറിച്ച്, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ചൊക്കെ വിളിച്ചു പറയാനായിട്ട് ഈ മഹാനായ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. എല്ലാവരുമായി കൂട്ടുകൂടി, എല്ലാവർക്കും പ്രിയങ്കരനായി, എല്ലാവർക്കും സുഹൃത്തായി. നമ്മളിൽ നിന്ന് ഈ അക്ഷരത്തിൻ്റെ മുത്തച്ഛൻ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അത് വീണ്ടും ഞാൻ പറയുന്നു, നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. MTക്ക് പകരം MT മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് 7-ലും 8-ലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ഞങ്ങളിവിടെ ഒരു ലൈബ്രറി ഉണ്ട്. എൻ്റെ വീട് മാളയിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. മാളയ്ക്കടുത്ത് വടമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാനും കൂട്ടുകാരും ഒക്കെ പോയി നല്ല MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുവന്ന് വായിക്കുമായിരുന്നു. എൻ്റെ മലയാളത്തിന് ഊർജം നൽകിയത്, എനിക്ക് മലയാളം പറയുവാനുള്ള കരുത്ത് നൽകിയത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടാണ്. എൻ്റെ ഭാഷയെ നന്നാക്കാൻ, എൻ്റെ ഭാഷയെ പുഷ്ടിപ്പെടുത്താൻ, മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഭാവനയുള്ള വ്യക്തിയായി വളരാൻ, അദ്ദേഹത്തെ പോലെ ഹൃദയത്തെ തൊടുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്കും കഴിയണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുമ്പോൾ ഹൃദയത്തോട് തൊടുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതെൻ്റെ കഥയാണെന്ന് ഓരോ കഥാപാത്രവും എന്നെ നോക്കി വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ മഹാനായ MTയുടെ വേർപാട് നമ്മളെല്ലാം വേദനിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം അനശ്വരമായിട്ടുള്ള നോവലുകളും കവിതകളൊക്കെ എഴുതി നമ്മുടെ നാടിനെ, നമ്മുടെ ഇന്ത്യയെ ലോകത്തിൽ തന്നെ അനശ്വരനാക്കിയ നോവലിസ്റ്റാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെയും ദൈവം MTയെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു.